എന്ത് ഉജ്ജ്വലമായിട്ടാ ഗാന്ധാരി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്ന ഈശ്വരാവതാരത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയാ, മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തൊരു രാഷ്ട്രം, ഈശ്വരാവതാരത്തെ വേദനയുണ്ടെങ്കിൽ സ്വതന്ത്രമായി വിമർശിക്കാൻ, ഈശ്വരനെ വിമർശിക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുത്തൊരു രാഷ്ട്രം. അതേ ഗാന്ധാരി 24 മണിക്കൂറിനകം ഒന്നും പറഞ്ഞ ഭാവത്തിലല്ല, നിസ്സംഗയായി ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് പറയാ, കൃഷ്ണ, ആ വിളിയൊന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഭാരതത്തിൽ വായിച്ചു നോക്കണം. ശ്രീകൃഷ്ണനെ കൃഷ്ണ മുരാരേ മുകുന്ദ കൃഷ്ണ മാധവ എന്ന് പല പ്രാവശ്യം വിളിച്ച് അവസാനം കൃഷ്ണൻ വന്ന് പറയാ, എന്താ അമ്മേ വേണ്ടത്? ഇന്നലെ ശപിച്ച പാർട്ടിയാ, ആ ശപിച്ച പാർട്ടിയെ മനസ്സിൽ വൈരാഗ്യമുണ്ടെങ്കിൽ പറയാം, ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. പറഞ്ഞില്ല ശ്രീകൃഷ്ണൻ. എന്ത് ലോലുപത്വമാണ് ഹൃദയത്തിനുള്ളത്. എന്താ അമ്മേ വേണ്ടത്? ഒരാഗ്രഹമുണ്ട് കൃഷ്ണ. എന്താ ആഗ്രഹം? മരിച്ചുപോയ മക്കളെയൊക്കെ എനിക്കും ധൃതരാഷ്ട്രർക്കും ഒന്ന് കണ്ടാൽ കൊള്ളാം. അപ്പൊ അമ്മ കണ്ണടച്ചിരിക്കല്ലേ, അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. അതൊന്നും സാരമില്ല കൃഷ്ണ, നീ വിചാരിച്ചാ നടക്കാത്തത് വല്ലതുകൊണ്ടോ? അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു, എനിക്ക് സാധ്യമല്ല. ഞാൻ മനുഷ്യാവതാരമാണ്. മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ഇപ്പോഴത്തെ തപശക്തി എനിക്കില്ല. അത് ഡിഫ്യൂസ്ഡ് ആയി പോയി കഴിഞ്ഞു. ഹയർ ലെവൽ എനർജി അല്ല. അപ്പോ ഗാന്ധാരി ചോദിച്ചു, പിന്നെ ആരോടാ പറയാ? വേദവ്യാസൻ ഇരിക്കുന്നു. മനുഷ്യൻ ഉയർന്നുയർന്നുയർന്ന് ഈശ്വരൻ അപ്പുറത്തെത്തിയ മുക്കുവംശത്തിലെ വേദവ്യാസൻ, മുനീനാം അപ്യഹം വ്യാസ എന്ന് പറഞ്ഞ വേദവ്യാസനോട് പറയാ, അദ്ദേഹം ചെയ്തു തരും. ഒരു വ്യത്യാസം അംഗീകരിക്കാൻ നമ്മൾ അംഗീകരിക്കോ? നമ്മളെക്കാൾ കപ്പാസിറ്റി ഉള്ള ഒരുവൻ ഇപ്പുറത്തുണ്ടെങ്കിൽ പറ്റുന്നിടത്തോളം അവനെ പാരവെച്ച് ഈ കർട്ടനും ടോയിലും മുഴുവനും വലിച്ച് എല്ലാവരുടെയും മുമ്പിൽ അയാളെ താഴ്ത്തിടാൻ സാധിച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും ഈക്വലി യൂസ്ലെസ് ആണല്ലോ എന്നൊരു സന്തോഷം എത്ര ഉജ്ജ്വലമായിട്ടാ മനസ്സിൽ വരണേന്നറിയോ? ഇവിടെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ആ കപ്പാസിറ്റിയിൽ എത്തില്ല. ഒന്ന് ആലോചിച്ചു നോക്കണം. വേദവ്യാസന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത ശ്രീകൃഷ്ണൻ, കുരുക്ഷേത്ര ഭൂമിയില് അർജുനന് വിശ്വരൂപം കാണിച്ച ശ്രീകൃഷ്ണൻ തന്നെ കെട്ടിയിടാൻ വരുമ്പോൾ ദുര്യോധനന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത അപാരമായ ഒരു ശക്തിയാണ് ഞാനെന്ന് പറഞ്ഞ അതേ ശ്രീകൃഷ്ണൻ തനിക്ക് പറ്റാത്തത് പറ്റില്ലെന്ന് പറഞ്ഞു. വേദവ്യാസനെ വിളിച്ച് ഇവർക്ക് ഈ ആഗ്രഹം ഒന്ന് സബലീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എത്ര ഉജ്ജ്വലമായിട്ട് താഴത്തേക്കും മുകളിലേക്കും പോവുക. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഹസ്തിനപുരത്തെ യുദ്ധം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് ഉത്തംഗ മഹർഷി എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ വരുന്നു. അല്പം മുൻകോപമാണ്. 2ാം ഭാവത്തിൽ ചൊവ്വയുള്ള പാർട്ടിയാ, ശനിയല്ല ചൊവ്വ. അപ്പൊ വല്ലതും പറഞ്ഞാൽ വേർഡ്സ് ഷാർപ്പാണ്, വല്ലതും പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഉത്തംഗ മഹർഷി കൃഷ്ണനോട് ചോദിച്ചു, എടോ കൃഷ്ണ, എങ്ങനെയൊക്കെയുണ്ട് കൗരവരും പാണ്ഡവരും? കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. 2ാമത്തെ പ്രാവശ്യം ചോദിച്ചു. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പാർട്ടിയെ ജീവിച്ചിരിപ്പുള്ളൂ, മറ്റേ പാർട്ടി തീർന്നു. കൃഷ്ണ രാമ ഗോവിന്ദ, അത് തീർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് അത് സംഭവിച്ചു? ഈ കഥയെല്ലാം പറഞ്ഞു. ഉത്തംഗ മഹർഷി ഷോർട്ട് ടെമ്പേർഡ് പാർട്ടി, 2ാം ഭാവത്തിൽ നേരത്തെ പറഞ്ഞ പാർട്ടിയുണ്ട്. ആ ഉടനെ തന്നെ അങ്ങേര് കമണ്ടലു നിന്ന് വെള്ളമെടുത്ത്, ഭാവിയും അതുപോലെ ഭൂതവും വർത്തമാനവും അറിയാവുന്ന കൃഷ്ണ, നീ എന്തുകൊണ്ട് യുദ്ധം തടഞ്ഞില്ല? നീ യുദ്ധം തടയാതെ ഈശ്വരാവതാരമായിട്ട് മനുഷ്യരുടെ ഇടയില് കലഹമുണ്ടാക്കിയെങ്കിൽ നിന്റെ കുലവും. ഉടനെ കൃഷ്ണൻ പറഞ്ഞു, ശപിക്കാൻ വരട്ടെ. നേരത്തെ തന്നെ എനിക്ക് ശാപം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ശപിച്ച് നിങ്ങളുടെ നേരത്തെ ഉള്ള തപശക്തി കളയണ്ട. അപ്പൊ ഞാനിപ്പോ പോകുന്നത് ഗാന്ധാരി പറഞ്ഞത് സ്വീകരിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, എടുത്ത വെള്ളം താഴെ ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനവന്റെ തലയിൽ ഒഴിച്ചോളാം. ഓം ആപോഹിഷ്ടാമയോ ഭുവ സ്ഥാനൂർജേതദാതന അഹേരണായ ചക്ഷസേ എന്ന് പറഞ്ഞ് താലിച്ചോളാം. അത് കഴിഞ്ഞ് ആ കഥ മുഴുവനും പറഞ്ഞു. അതിനുശേഷം ആ ഉത്തംഗ മഹർഷിയെ കൺവിൻസ് ചെയ്ത് പറഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഒരു ഈശ്വരനെ ശപിക്കാൻ ധൈര്യം കാണിച്ച ഉത്തംഗ മഹർഷി, അങ്ങയുടെ പേര് മരുഭൂമിയിൽ എന്നും അറിയപ്പെടും. മരുഭൂമിയിൽ ഇടയ്ക്ക് വെള്ളത്തിന് വരുന്ന മേഘങ്ങളെ ഉത്തംഗ മേഘങ്ങൾ എന്നറിയപ്പെടും. ഈശ്വരനെ ശപിക്കാൻ മുമ്പോട്ട് വന്ന മനുഷ്യന് മെമ്മോറിയൽ സ്ഥാപിക്കുക. ശവകുടീരം താജ്മഹൽ സ്ഥാപിച്ച മാതിരിയല്ല, നന്മയ്ക്ക് വേണ്ടി മാത്രം മുകളിൽ വരുന്ന മേഘങ്ങളെ ഉത്തംഗ മേഘങ്ങൾ എന്നറിയപ്പെടുമെന്ന് ഓർമ്മക്കുറിപ്പ് കൊടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകുന്ന ആ ശ്രീകൃഷ്ണൻ എവിടെയെല്ലാമാണ് ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്? ശ്രീകൃഷ്ണൻ മനസ്സാക്ഷിയുടെ പ്രതീകമാണ് എന്ന് പല ആത്മീയ ആചാര്യന്മാരും പറയാറുണ്ട്. എന്തുകൊണ്ട് മനസ്സാക്ഷി? യഥാർത്ഥത്തില് റാണാ പ്രതാപസിംഹൻ
10 പ്രാവശ്യം തോറ്റതിനു ശേഷം ഗുഹയ്ക്കകത്ത് നിന്ന് കണ്ണടച്ചിരുന്ന് കുറെ നേരം മനസ്സിനോട് പറഞ്ഞു. ആ സമയത്ത് മനസ്സിൽ നിന്നൊരു ശബ്ദം, റാണാ പ്രതാപസിംഹന് ചരിത്രത്തിന്റെ ഭാഗം, കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം റാണാ പ്രതാപ. അവിടെ അർജുന എന്നല്ല കേട്ടത്, പരന്തവ എന്നല്ല കേട്ടത്, മനസ്സാക്ഷിയുടെ ശബ്ദം ആ റാണാ പ്രതാപനെ കേൾപ്പിച്ചൊരു വരിയാണ്. അവിടെ നിന്നാണ് തിരിച്ചു വന്ന് സംഗമഗ്രാമന്റെ സംഗ്രാം സിംഗിന്റെ അച്ഛന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്ത് നേരെ യുദ്ധത്തിനിറങ്ങുന്നത്. നമുക്ക് പറ്റിയ ശ്രീകൃഷ്ണനാണ്. തളർന്നു വീഴുമ്പോൾ ഒരല്പസമയം ആ ശ്രീകൃഷ്ണനെ ആഗച്ഛ ആഗച്ഛ ആവാഹയാമി ആവാഹിതോ ഭവ സംസ്ഥാപിതോ ഭവ അവകുണ്ഠിതോ ഭവ വ്യാപ്തോ ഭവ സ്ഥിരോ ഭവ പ്രസീദ പ്രസന്നോ ഭവ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനെ അകത്തെടുക്കുക. തളരുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അകത്തേക്ക് കയറിയാൽ ഭഗവത്ഗീതയിലെ വരികള് കൃഷ്ണൻ അകത്ത് നിന്നുകൊണ്ട് പറയും, ക്ലൈബ്യം ആസ്മകമപാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം യക്തോത്തിഷ്ടവരന്തപ. നമ്മുടെ അകത്ത് നിന്ന് പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഗുരുവായൂരിലേക്ക് പോകും, പിന്നെ ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂരിലേക്ക് പോകും, പിന്നെ ഗുരുവായൂരിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഗുരുവായൂരിലേക്ക് പോകും. ആ കൃഷ്ണനെ ശരീരത്തിനകത്തേക്ക് ആവാഹിച്ച് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു വരിയുണ്ട്. ജർമ്മനിയിലെ പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞതാണത്. അത്യുജ്വലനായ സൈക്കോളജിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും മാനസികമായി തളർന്നാൽ ഈ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് മാനസികമായി തളർന്നവനെ അവനവന്റെ ഷോൾഡറിൽ സപ്പോർട്ട് ചെയ്യണം, അവനവൻ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണം. ആ രീതിയിലുള്ള കൗൺസലിംഗ് വേണമെന്ന് പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞു. അത് എറിക് ബേൺ പറഞ്ഞതല്ല, അത് ശ്രീകൃഷ്ണനാ പറഞ്ഞത്. ഭ്രമതീവ ച മേ മനഃ, എന്റെ മനസ്സിതാ കൺഫ്യൂഷനിൽ കറങ്ങുന്നു എന്ന് ശ്രീകൃഷ്ണനോട് അർജുനൻ പറഞ്ഞപ്പോൾ അവസാനം എല്ലാ യോഗവും പറഞ്ഞുകൊടുത്ത് അർജുനനോട് ആ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ അർജുനന്റെ കൈ തൊട്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നൊരു വരിയുണ്ട്. ഈ സത്രത്തിനകത്ത് ഹാളിനകത്തുള്ളവരും ഈ മൈക്കിലൂടെ പ്രഭാഷണം കേൾക്കുന്നവരും ഈ വരി ബൈഹാർട്ട് പഠിക്കണം. ഇന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് പഠിക്കണം. മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച.